പാമ്പില്ല, പട്ടിയില്ല, ഷിപ്പ് വന്നില്ലേ, പച്ചക്കറിയില്ല, BJPക്ക് ഒരു സീറ്റും ഇല്ല, ജീസസിന് ഒരു പള്ളിയില്ല. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്ഷദ്വീപിലെ തന്നെയാണ്. തോന്നുമ്പോൾ മഴ, തോന്നുമ്പോൾ വെയില്, അതിന്റെ ഇതാണ് എന്നെ ഇവിടെ കാണുന്നത്. ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് കട്ട വെയിലായിരുന്ന സ്ഥലത്ത് ഇപ്പൊ നാട് നോക്കിയപ്പോ ഫുള്ള് കാറ്റും മഴയാണ്. പിന്നെ ആകെ ഇവിടെ ഉള്ളത് കുറെ തെങ്ങും കുറെ സ്പ്ലെൻഡർ ബൈക്കുമാണ് കേട്ടോ. അപ്പൊ ലക്ഷദ്വീപിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മുടെ സോദിക് ബ്രോയും ഉണ്ട്. സോദിക് ലക്ഷദ്വീപ് എന്ത് പറയുന്നു? ലക്ഷദ്വീപിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാ. അതെ അതെ, 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജീവിതമാണ്. കേരളത്തിൽ ബോറടിക്കുന്നു എന്ന് പറയുന്നവര് ലക്ഷദ്വീപിൽ വരരുത്. കാരണം കേരളത്തിൽ 1000 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്, ലക്ഷദ്വീപിൽ എത്ര 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ 8 കിലോമീറ്ററിൽ അതെ, അപ്പൊ എത്രത്തോളം ബോറടിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ പറഞ്ഞതാണ് കേട്ടോ. വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ജീസസിൽ പള്ളിയില്ലാത്തതിന്റെ കാരണം ഇവിടെ ക്രിസ്ത്യാനികൾ ഇല്ലാത്തതുകൊണ്ടാണ്. ക്രിസ്തുമതം വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടായാൽ മാത്രമല്ലേ പള്ളി വയ്ക്കാൻ പറ്റും. അപ്പൊ ഞാൻ പക്ഷെ ക്ഷേത്രമുണ്ട്. അതിന്റെ കാരണം ഇവിടെ കുറെ വർക്കേഴ്സ് ഉണ്ട്. ഇസ്ലാം മത വിശ്വാസികളാണ് ഭൂരിഭാഗമെങ്കിലും ഇവിടെ കുറെ വർക്കേഴ്സ് ഉണ്ട്. പല ഭാഗത്തു നിന്നും നമ്മുടെ കേരളക്കരയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്നത്. ഇത് കേന്ദ്രം പറഞ്ഞ പ്രദേശമാണല്ലോ, അതിന്റെ കാരണമാണ്. ബീച്ച് കണ്ട ഇവിടുത്തെ അട്രാക്ഷൻ ബീച്ചാണ്. ബീച്ച് കാരണമാണ് ലക്ഷദ്വീപ് ഇങ്ങനെ ഫേമസ് ആയത് അല്ലേ. അപ്പൊ നമുക്ക് അതെ, ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മൾ കുളിക്കും. ഓൾറെഡി തന്നെ കുളിച്ചു തുടങ്ങി. നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പച്ചക്കറി വരണമെങ്കിൽ ഈ കപ്പൽ വരണം. ഈ കപ്പൽ ഇപ്പൊ 2 ദിവസമായിട്ട് വരാത്തോണ്ട് ചായക്കടകളിലും കടിയില്ലായിരുന്നു. ഇതിലല്ലേ പച്ചക്കറി, ഇതിലെന്താ അപ്പം പലചരക്ക് സാധനങ്ങളും സംഭവങ്ങളൊക്കെ വരുന്ന ഒരു കാർഗോ ഷിപ്പാ. പച്ചക്കറി ഉണ്ടോ? പച്ചക്കറി ഡയറക്റ്റ് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വരുന്നതിൽ പച്ചക്കറി ഉണ്ടോ? ഇത് കറങ്ങി വരുന്നതാണല്ലേ. പല ദ്വീപുകളിൽ പോയിട്ട് വരുന്നതുകൊണ്ട് ഇതുപോലുള്ള ഹാർഡ്വെയർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ പേര് ഇരിക്കുവാണ്. ഹായ്, കടലിന്റെ ഭംഗി എന്റെ അമ്മ വേറെ ലെവല് കേട്ടോ. എന്താ രസം. കയാക്കിന് വേണ്ടി വന്നാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്ന ആളെ കാണാനില്ല കേട്ടോ. രാവിലെ 12 മണിക്കൊക്കെയാണ് എണീറ്റ് വരുന്നത്. 9 മണി ആയിട്ടുള്ളൂ. അത് 2 മണിക്കൂർ മുന്നേ. 2 മണിക്കൂർ മുന്നേ ടൈം കാണിച്ചു കൊടുക്കണോ ഫോണില്? അതെ, കണ്ടില്ലേ അവിടെ 10:32 നമ്മളിവിടെ കയാക്കിങ്ങിന് വേണ്ടി വന്നാ അല്ലേ. സോറി, അടിപൊളിക്കണ്ടേ. ചെക്ക് വേവോ? അതെന്താ സംഭവം? അഡ്വഞ്ചർ ആയിട്ട് പോവും. ചെക്ക് വേവിൽ കയാക്കിങ് കൊള്ളാം. അത് നല്ലൊരു സെറ്റപ്പാ. അപ്പൊ പോവാം. നിങ്ങളാണോ ഇൻസ്ട്രക്ടർ? അത് ഡ്രസ് കണ്ടപ്പോ മനസ്സിലായി. കാണുന്നില്ലേ, നമ്മുടെ കയാക്കൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞോണ്ടിരിക്കുക. ഇവിടുത്തെ മണലില് കാല് വെക്കുമ്പോ നല്ല എന്താ ഒരു രസം. ആദ്യമായിട്ട് ഞാനങ്ങനെ ലക്ഷദ്വീപ് കടലിൽ ഇറങ്ങിയിരിക്കുവാണ്. അടിപൊളിയായിട്ടോ, നല്ല വൈബ്. അടിപൊളി വെള്ളം കണ്ടില്ലേ. ഇതാണ് ലക്ഷദ്വീപിന്റെ പ്രത്യേകത. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ബീച്ചിനോട് ചേർന്ന് നമുക്ക് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഊഞ്ഞാലിൽ കയറിയില്ലാന്ന് വേണ്ട. വാ, നോക്കട്ടെ. കയാക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരയിൽ പോകുന്നത്. ഞാൻ ഗോവയിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഗോവയിലൊക്കെ മുമ്പ് പോയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴാണ് ഇത്രയും തിരയിൽ പോകാൻ വേണ്ടി പോകുന്നത്. ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഉപ്പാണ് കേട്ടോ. കാണുന്ന പോലെ അല്ല, നല്ല ഇതാ. കാണുന്ന പോലെ അല്ല കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. റെഡി? നാളെ കേട്ടോ ഞാൻ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ലാതെ പോവാൻ വേണ്ടി പോയതാ. മിക്കവാറും എനിക്ക്
അയ്യോ ഓക്കെ റെഡി അപ്പൊ കാണാം ടാറ്റാ ടാറ്റാ ഞാൻ ഗോപ്രോ കേസിൽ കയറ്റട്ടെ അല്ലെങ്കിൽ വെള്ളത്തിൽ വേറെ രസം കേട്ടോ. വാ 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 എന്റെ പള്ളി അടിപൊളി. വെള്ളത്തിൽ പോ ഇനി നമ്മൾ സംസാരമില്ലാത്ത കുറച്ച് പാട്ടിട്ട് കുറച്ച് കാഴ്ചകൾ കാണാം. ഞാൻ കേസിൻ്റെ അകത്ത് കയറ്റട്ടെ അല്ലെങ്കിൽ പളി കിട്ടും. ഒന്നാമത് എൻ്റെ ഗോപ്രോ അല്ല. കടലിൽ നിന്ന് കരയിലോട്ട് കയറിയിരിക്കുകയാണ്. ദാ കരയിൽ നമ്മളൊരു ബോട്ടിൽ ഇരിക്കുകയാണ്. ചില്ലമ്പൊളി അതെന്താ? ഈ കാണുന്നതാണ് നമ്മുടെ സീ കുക്കുംബർ. സീ കുക്കുംബർ എന്ന് പറഞ്ഞാൽ സീ കുക്കുംബർ, അതായത് കടലിലെ കുക്കുംബർ. അതാണ് കേട്ടോ സീ കുക്കുംബർ. ഇതൊരു ജീവിയാണ്, ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് മീനാണ്, ഒട്ടിയിരിക്കുന്നതാ. കണ്ടോ കോക്കെന്ന് പറയും ഞങ്ങൾ ഇതിന്. ഇത് ഒട്ടിയിരിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ സീ കുക്കുംബർ. ഇതെന്ന് പറയുമ്പോൾ ഇതിനെ കുറിച്ച് എന്താ പറയുക, രക്തമാണല്ലോ. അല്ലാ കയ്യിൽ ഫുള്ള് രക്തമായി. രക്തം കണ്ടു, സീ കുക്കുംബറിനെ തൊട്ട് രക്തം കണ്ടു. മലയാളത്തിൽ ഇതിനെ പറയുന്ന കടൽ വെള്ളരി എന്ന് പറയും. കടൽ വെള്ളരി. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സാധനം നമ്മളാരും കഴിക്കാറില്ല, ലക്ഷദ്വീപ് ആരും കഴിക്കാറില്ല. പുറത്ത് വെച്ചാല് പൊതുവെ എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആൾക്കാർ, ഈ ചൈനയിൽ അവിടെ ഇവിടെ ആൾക്കാർ ഇത് കഴിക്കാറുണ്ട്. ഇത് മെയിനായിട്ട് നമ്മുടെ എടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഇത് എന്താ പറയുക, ഈ വെള്ളം നമ്മുടെ സീ വാട്ടർ ഫെർട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല. ഇത് മെയിനായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഇത് സംഭവമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളാരും എടുക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ സീ കുക്കുംബർ നമ്മൾ എടുക്കൽ 1972 തൊട്ട് ബാൻഡാണ് ഇന്ത്യയിൽ. എടുക്കുന്നത്, അത് വിൽക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം ഇല്ലീഗലാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോ നമ്മൾ നല്ല പൈസ കിട്ടും. നല്ല പൈസ കിട്ടും. ഇതിന് 10-200 രൂപയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ നല്ല വേറെ പൈനാപ്പിൾ സീ കുക്കുംബർ അങ്ങനെ പല വെറൈറ്റി സീ കുക്കുംബേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നല്ല രാവിലത്തെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോഴേക്കും മാര് കുറെ നേരമായിട്ട് എന്നെ നോക്കി നടക്കുന്ന എന്നൊക്കെ തപ്പിയല്ലേ. ഓ അമ്മാതിരി ഫാൻസ് ആണല്ലേ. എന്തുണ്ട്, സുഖമല്ലേ? സുഖമല്ലേ? എന്താ പേര്? മുർഷിദ് അലി. റിസ്വാൻ. സുഖമല്ലേ? എങ്ങനെയുണ്ട് നബിദിനമൊക്കെ ആയിട്ട്? ഫുള്ള് ഇവിടെ ജാഥയാണ് കേട്ടോ. ഓരോ പള്ളിയുടെ ഒക്കെ ഓരോ ജാഥയാണ്. ഡെയിലി ഒരു 1-2 ജാഥയൊക്കെ ഉണ്ടല്ലേ? ഒരു ജാഥ എന്തായാലും മിനിമം ഉണ്ട്. ഡെയിലി ഓരോ ജാഥയാണ്. വണ്ടിയും ജാഥ കാരണം കുറെ പൊല്യൂഷൻ കൂടും അല്ലേ? ഞാൻ ഓപ്പണായിട്ട് അല്ലാതെ പറഞ്ഞതേ ഉള്ളൂ. അതിനെ തെറ്റായിട്ട് പറഞ്ഞല്ല, ഒരു തമാശ രൂപയാണ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിലെ ജാഥ, നടന്നു പോകുന്ന ജാഥയും വണ്ടി ജാഥയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ 2 ദിവസം കഴിഞ്ഞാണ് കേട്ടോ. ഇതിനിടയിൽ ഞാൻ നമ്മുടെ കേരളത്തിലെ തിരൂറിൽ നിന്ന് വന്ന, നമ്മുടെ മലപ്പുറം തിരൂറിൽ നിന്ന് വന്ന ഒരു ഫാമിലിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. മോനെന്നാ പേര് പറയും? പേരെന്താ? ഷമീന. എങ്ങനെയുണ്ട് ലക്ഷദ്വീപ്? അടിപൊളിയല്ലേ? ചായയും കടിയൊക്കെ ഇരുന്ന് ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച എല്ലാ കടികളും ഇവിടെ കിട്ടിയോ? എന്നാണ് ലക്ഷദ്വീപിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ സത്യത്തിൽ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. എന്താ വെച്ചാൽ പച്ചക്കറി, പഞ്ചസാര, ഞങ്ങൾ ഇന്നലെ അകത്തിലേ ഉണ്ടായിരുന്നു 2 ദിവസം. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാതെ കപ്പലൊന്നും ചോപ്പർ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അതെ, കഷ്ടപ്പാടെന്ന് വെച്ചാൽ പഞ്ചസാര ഒരു 10-20 കട കയറിയിട്ട് ഒരു 1/2 കിലോ പഞ്ചസാര പോലും കിട്ടാറില്ല. പിന്നെ മറ്റേ പച്ചക്കറികൾ ഐറ്റംസ് ഇല്ല. ഫുഡിന് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്.
അപ്പോൾ കപ്പൽ വന്നാൽ തന്നെയാണ് ഷിപ്പിൽ ആൾക്കാർക്ക് സാധനങ്ങൾ ഇങ്ങോട്ട് വരും. അതെ, അതായത് പട്ടിണി ആയതുകൊണ്ടല്ല, ഇവരുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ വാങ്ങാനായിട്ടുള്ള സാധനങ്ങൾ കൊച്ചിയിൽ നിന്നൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ ബേപ്പൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നൊക്കെയാണ് ഇവരുടെ ഫെറി സർവീസ് അല്ല, നമ്മുടെ ഗുഡ് സർവീസ് വരുന്നത്. പക്ഷേ അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഉള്ള അവസരം വെച്ച് ഇവർ ധാരാളം ഷിപ്പുകൾ വിടുന്നില്ല കറക്റ്റ്. പിന്നെ ഓഫ് സീസണാണ്, അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ധാരാളം ഷിപ്പ് വരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇവിടെ ഭക്ഷണത്തിൻ്റെ കുറച്ച് സംഭവങ്ങളുടെ ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആഹാരങ്ങളും നമുക്ക് ഭക്ഷണശാലകളിൽ നിന്നും കിട്ടാത്ത അവസ്ഥയാണ്. വേറെന്താ പറയാനുള്ളത്? 10 ഷിപ്പ് ഉണ്ടായിരുന്നിടത്ത് 3 ഷിപ്പ് മാത്രമേ പോകുള്ളൂ. അതും റെഗുലറായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വെക്കേഷനായിട്ടും അതേമാതിരി ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനൊക്കെ പോയ ആൾക്കാർ കൊച്ചിയിൽ കുടുങ്ങി കൊടുക്കും. ഞങ്ങൾ തന്നെ ഷിപ്പിന് വരുന്ന പാർട്ടീസാണ്. അപ്പോൾ ഞങ്ങൾ അവരെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് 4 പേര് ഷിപ്പിൽ വന്ന 4 നാട്ടുകാർക്ക് ഉപകാരപ്രദമാവുമല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റിനാണ് വരുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അവിടെ ഇപ്പോൾ തന്നെ ഷിപ്പ് 2 ദിവസം ഡിലേ ആണ്. പിന്നെ ഷിപ്പ് 18-ാം തീയതി ചാർട്ട് ചെയ്ത ഷിപ്പ് 20-ാം തീയതി വരാൻ പോകും. അങ്ങനെ ഇവർക്ക് ഉപയോഗപ്രദമായ ഒരു സാധനം കിട്ടാനില്ല. പൈസ ഉണ്ട് പറഞ്ഞ മാതിരി തന്നെ, പക്ഷേ എൻ്റെ സാധനം അവൈലബിൾ അല്ല. കൊച്ചി ഇന്നോ ബേപ്പൂരിന്നോ സാധനം ഇവിടെ കിട്ടുള്ളൂ. അതാണ് വളരെയധികം ബുദ്ധിമുട്ട്. സാധാരണ ഷിപ്പിനെന്ന് പറയുമ്പോൾ 10,500 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടും. പക്ഷേ ഫ്ലൈറ്റ് വിമാന കമ്പനികൾ ചാർജ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 7,000 രൂപ 8,000 രൂപ. 8,000 രൂപയ്ക്ക് 2 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ റിട്ടേൺ ആക്കാൻ വേണ്ടി ഇന്നലെ നോക്കിയപ്പോൾ അത് 15,000 ഇപ്പോൾ 17,000 രൂപയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ. 17,000 രൂപയ്ക്ക് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ദുബായ് പോയി കറങ്ങിയിട്ട് വേണമെങ്കിൽ വരാനുള്ള ഒരു കാശാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഫ്ലൈറ്റ് വിമാന കമ്പനികൾ കൊള്ള വിലയാണ് ഈടാക്കുന്നത്. കുറേ ഫെറി സർവീസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ കട്ട് ഡൗൺ ചെയ്തുള്ള അവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പാടാണ്. ദ്വീപ് ടു ദ്വീപ് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അകത്തുനിന്ന് ഇവിടെ കവരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ചെറിയ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അതില്ല. ഇപ്പോൾ ചോപ്പർ ഉപയോഗിച്ചിട്ട് 2,000 രൂപ സർവീസ് ഒരാൾക്ക് കൊടുത്തു. അത് ഒരു ദിവസം 2-3 ചോപ്പറുള്ള ആകെ 15-20 യാത്രക്കാരെ പ്രാവശ്യം പോവുക. അവർ 3 ട്രിപ്പ് 2 ട്രിപ്പ് അത് കാലാവസ്ഥ മോശമാണെങ്കിൽ അതുമില്ല. ഇവിടെ 300 രൂപ 200 രൂപയ്ക്ക് സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ നിർത്തരുത്. അങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ട് ഇപ്പോൾ. എല്ലാ സർവീസും മൊത്തത്തിൽ ജനങ്ങളെ. പക്ഷേ ഇവിടെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ബംഗാരത്തിലേക്ക് ഇവരെ ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഈ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ജനങ്ങൾക്ക് യാതൊരു ഉപകാരമില്ല. ഇപ്പോൾ ഇവിടേക്ക് വരുന്ന സാധനങ്ങൾ കയറ്റി അയക്കേണ്ട ഒരു ഷിപ്പ് മാറിയിട്ടാണ്. ആ ഷിപ്പിൽ കംപ്ലീറ്റ് ഇരുമ്പും കമ്പിയും മറ്റേ സിമെൻറ്റും മറ്റുമാണ് ഇപ്പോൾ അവിടുന്ന് ബംഗാരത്തേക്ക് വരുന്നത്. കൊച്ചി പോയി ആൾക്കാരെ കംപ്ലീറ്റ് അവിടെ ഒഴിവാക്കിയിട്ട് ഒരു കംപ്ലീറ്റ് ഗുഡ്സ് കയറ്റാതെ ഇവർക്ക് വേണ്ട സാധനങ്ങൾ കയറ്റും. അതിന് യാതൊരു മുടക്കും കൂടെ വരത്തില്ല. നമ്മൾ അനുസരിച്ച് കേരളത്തിൽ നമ്മൾ വിചാരിച്ച ലക്ഷദ്വീപർക്ക് ഭയങ്കര സുഖമാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുക. പൈസ ഉണ്ട്, പക്ഷേ ഒരു സാധനം ഒരു ചാക്ക് പഞ്ചസാരൊക്കെ നമ്മളെ വീട്ടിലൊന്നും ഒരു കാലത്തും വരുന്നു. ഇവിടെ ചാക്ക് കണക്കിന് പഞ്ചസാര മേടിച്ച് വെച്ചിട്ട് തീരുകയാണ്. അതൊക്കെ അങ്ങനത്തെ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചായക്കടയിൽ പോകുമ്പോൾ തന്നെ പല കടികളും ഇല്ലാത്ത അവസ്ഥയാണ്. അതിൻ്റെ കാരണം തന്നെ ഇതാണ്. ഈ ഒരു ഭക്ഷണത്തിൻ്റെ ചില സംഭവങ്ങളുടെ ഷോർട്ടേജ് കാരണം അവർക്ക് ആ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലക്ഷദ്വീപ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ താൻസാനിയയിലെ സാൻസിബാർ പോലെ വലിയ ടൂറിസമൊക്കെ വരേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ പെർമിറ്റ് കിട്ടാനുള്ള പാട്, ചില സമയത്ത് അവർ പെർമിറ്റ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പുറത്തുള്ള സഞ്ചാരികൾക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. വിദേശ സഞ്ചാരികൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരാൻ കഴിയാത്ത അവസ്ഥയാണ് കേട്ടോ. അത് സ്പെഷ്യലായിട്ട് ഇവരുടെ ടൂറിസം പാക്കേജൊക്കെ എടുത്ത് വരാനേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എന്ന് മാറുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ടൂറിസം മന്ത്രിയൊക്കെ ഇവിടെയും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു നാടും കുറച്ചെങ്കിലും രക്ഷപ്പെട്ടേ എന്ന് പെടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് കേട്ടോ ഇത്രയും പറഞ്ഞതിൽ. താങ്ക് യു. കണ്ടതിൽ വളരെ സന്തോഷം. നമ്മൾ തിരിച്ച് രാവിലെ വന്ന ഇടത്തോട്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു കയാക്കിംഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കയാക്കിംഗ് അല്ല, വീണ്ടും അടുത്ത ചില്ലംപൊളി. ഇവിടെ നമുക്ക് സഹായത്തിനായിട്ട് വാ. ബ്രോ വരുന്നില്ലേ വീഡിയോയിൽ ഹായ് ഒക്കെ പറയണമെന്ന് പറഞ്ഞ്? വാ, ചിരിക്കണം അവിടെ ഇരുന്ന്. ആ കുഴപ്പമില്ല, എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ SOP ആടാ? SOP അല്ലേ അതിനെ പറയുന്ന? SUP സ്റ്റാൻഡപ്പ് പെഡലിംഗ്. നമ്മൾ കയാക്കിങ്ങിൻ്റെ സ്റ്റാൻഡപ്പ് പെഡലിങ്ങിൽ പോകാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ ഡ്രോൺ പൈലറ്റ്. ഇതിൽ ഡ്രോൺ വിഷ്വൽസ് കുറച്ച് കഴിയുമ്പോൾ വരും. അത് എടുത്തത് പുള്ളിയാണ് കേട്ടോ. നമ്മുടെ SUP സ്റ്റാൻഡപ്പ് പെഡലിംഗ്. ഇതിൽ നമ്മൾ നിന്നിട്ട് നമ്മുടെ കയാക്കിൻ്റെ ഇതുകൊണ്ട് നമ്മൾ തുഴഞ്ഞ് നിന്ന് നീന്തും. രക്ഷാചാലകം വന്നു. വാ 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 വാ. ഇതില്ലെങ്കിൽ ഞാനിന്ന് ജീവനോടെ വരില്ല കേട്ടോ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാവും അല്ലേ? അത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ ഇഷ്ടമില്ലാതെ ഞാൻ കെട്ടുന്നത്. ഇവർക്ക് വേണ്ടിയാണ്. ഞാൻ എങ്ങനെയാ നിൽക്കേണ്ടത്? ഇങ്ങനെ നിൽക്കണം കേട്ടോ. അതിൽ കുറച്ച് നിൽക്കുന്ന രീതിയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ വെള്ളത്തിലോട്ട് കയറുവാണ്. ഇനി വെള്ളത്തിൽ നിന്ന് ബാക്കി കാഴ്ചകൾ കാണാം.
ഞാനപ്പോ കയാക്കിങ്ങും SUP ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ നിൽക്കുന്നത് മന്തിയുടെ ഫ്രണ്ടിലാണ്. ഇത് നമ്മുടെ ചിക്കൻ മന്തിയാണ് കേട്ടോ. ചിക്കൻ മന്തിയും പിന്നെ കിലാന്തി. ഇത് കിലാഞ്ചി ഒക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോ നിൽക്കുന്നത് അസ്ലം ബ്രോന്റെ വീട്ടിലാണ്. അസ്ലം ബ്രോ താങ്ക്സ് കേട്ടോ, വീട്ടിൽ വിളിച്ചതിന് താങ്ക്സ്. പക്ഷെ പുള്ളിക്കാരെ ഇവിടെ അല്ല കേട്ടോ, അന്നേരം കാണിക്കായിരുന്നു. മൊബൈലാ ബ്രോ. ഞാൻ ഭക്ഷണം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ചിക്കൻ മന്തി ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ കിലാഞ്ചി, അതായത് ചിക്കൻ കറി. ഓ സോറി, അത് ചിക്കൻ കറി. ഇതാണ് കിലാഞ്ചി, നമ്മുടെ വീട്ടിലെ പാലാട. അല്ല, എന്റെ വീട്ടിലെ പാലാട. പിന്നെ പാലാടയുടെ പാലും തേങ്ങാപ്പാലും പഴവും ഇട്ടുള്ള ഒരു മിശ്രിതം. ഇതെന്താ? ഇത് മയണൈസ്. ഓക്കെ, മയണൈസ്. അപ്പൊ ഇതാണ് കേട്ടോ. താങ്ക്സ് കേട്ടോ. ഉപ്പ ഹായ് പറയുന്നോ? ഹായ്, സുഖല്ലേ? ഓക്കെ ഓക്കെ. ഇത് കിലാഞ്ചി എത്തിയിരുന്നതിന് മുമ്പ് നമുക്ക് കഴിച്ചു തുടങ്ങാല്ലേ? ആ, കഴിച്ചു. നിങ്ങൾ എടുത്തോ. നാണം വേണ്ട, എടുത്തോ. താങ്ക്സ് കേട്ടോ. അസ്ലം ബ്രോ വീഡിയോ കോൾ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കണ്ട് എന്റെ ഫോണിൽ സൂമുണ്ട്, കാണിച്ചു. ഫുഡൊക്കെ അടിപൊളി കേട്ടോ. ഓറിന് മുമ്പ് പൊറോട്ടയും കീലാഞ്ചി അതെന്തിനാണ് ഈ ചോറിന്റെ കൂടെ കേട്ടോ, ഡിന്നർ സമയത്ത്. അതാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് അവിടെ വേറെ പ്ലേറ്റ് ഇരിക്കുന്നുണ്ടോ, അത് നമുക്ക് ഈ മന്തി കഴിക്കാനാണ്. കഴിഞ്ഞ ദിവസം പോയ സൽക്കാരത്തിന് ഇതുപോലെ ആയിരുന്നു പൊറോട്ട. ഒറ്റ പ്ലേറ്റിലും കഴിക്കാം. ആ, എവിടെ പോണോ? എവിടെ? സ്കൂബ ഡൈവിങ്ങാ? നിങ്ങളെ കമ്പനി സ്പോൺസർ ചെയ്യോ? നിങ്ങൾ ഹൈക്കന്റെ വക ഇന്ന് എനിക്കൊരു സ്പോൺസറിങ് ആണ് കേട്ടോ. സ്കൂബ ഡൈവിങ് ഹൈസിയറ്റ് ഞാൻ പ്രൊമോഷൻ തരും. പോരെ? നല്ല ഇതാണ് കേട്ടോ. ഹൈസിയന്റെ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. എനിക്കില്ലേ ടീഷർട്ട്? അടുത്ത ദിവസം രാവിലെ അല്ല നമ്മള് ഹൈക്കന്റെ ടീഷർട്ടൊക്കെ എനിക്ക് തന്നു കേട്ടോ. ഒരു സ്കൂബ ഡൈവിങ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ്. ഫ്രീ ഒന്നും അല്ല കേട്ടോ, അത് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഹൈക്ക. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്കൂബ ഡൈവിങ്ങിന് പോവുകയാണ്. സ്കൂബ ഡൈവിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഭയങ്കര വലിയ എക്സൈറ്റഡ് ഒന്നും അല്ല, കാരണം സ്കൂബ ഡൈവിങ് എൻ്റെ വലിയ അഡ്വഞ്ചറായിട്ട് കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. അവിടെ എന്നിരുന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാഹിൻ ബ്രോ ഇവിടെ സ്ക്യൂബ ഡൈവിങ്ങിന് പോകാനായിട്ട് റെഡിയായിട്ട് ക്ലാസ്സിന് ഇരിക്കുവാണ്. ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഞാൻ കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എൻ്റെ ഒരു അഗ്രിമെൻറ്റ്. ഞാൻ എന്നിട്ട് സ്കൂബയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. 12 മീറ്റർ താഴത്തോടാണ് പോകുന്നത്. കിറ്റിൻ്റെ അവിടെ നൈട്രജനും എയറും കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലൊരു എന്തോ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കും. ആ ഒരു ഇതിലെ ഒരു എയർ എടുത്ത് കളയും. അപ്പോൾ നമ്മൾ താഴോട്ട് പോകും. മുകളിലോട്ട് നമ്മൾ ഫിൻ ചെയ്ത് കയറി വരും. അങ്ങനെയാണ് സംഭവം. നീന്തൽ അറിയാത്തവർക്കും ചെയ്യാം, നീന്തൽ അറിയുന്നവർക്കാണ് കൂടുതൽ ഉചിതം. നമ്മളിപ്പോൾ പോകുന്നത് 12 മീറ്ററാണ്. 12 മീറ്റർ വരെ നമ്മൾ ഇതുവരെയായിട്ടും ചെയ്യാത്ത ബിഗിനേഴ്സിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. രാവിലെ തന്നെ ഇതെന്താ, ഇതെനിക്കൊന്ന് നബിദിനത്തിന് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. രാവിലെ തന്നെ നമ്മുടെ പ്രാക്ടീസ് ആദ്യം ബ്രീത്തിങ് എക്സസൈസ് ആണ്. അങ്ങനെ ഞാൻ എൻ്റെ ബ്രീത്തിങ് കോഴ്സ് കഴിഞ്ഞു. ഇൻഹെയിൽ എക്സെയിൽ. ഇടയ്ക്ക് കൊച്ചു ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. സംഭവം സിമ്പിളാണ്. ഈ 12 മീറ്റർ അടിയിൽ പോയിട്ട് നോക്കാം. ഇപ്പം ഞാൻ മോളിൽ കിടന്നാണ് ചെയ്തത്. നമ്മൾ പോയിട്ട് വരാൻ കേട്ടോ. വിജയാശംസകൾ നേരുക.
ഗോപ്രോ ഉണ്ട്. ഗോപ്രോയിൽ നിങ്ങൾക്ക് ഞാൻ വിഷ്വൽസ് എത്തിക്കുന്നതാണ്. ടാറ്റ. നമ്മളങ്ങനെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുറേ നൈട്രജൻ ക്യാൻ, നമ്മുടെ ശ്വസിക്കാനുള്ള ക്യാനും സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ രണ്ടുപേരുണ്ട്. ഹായ് ബ്രോ. ഹായ്. ഫസ്റ്റ് ടൈം. ഓക്കെ. നമുക്ക് രണ്ടുപേർക്കും പേടിയാണ് കേട്ടോ. പുള്ളിക്കാരൻ ജില്ലാണ്. പുതിയ ചരക്ക് കപ്പൽ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ചായക്കടയിൽ പോയാൽ എന്തെങ്കിലും കടി കിട്ടും കേട്ടോ. ചരക്ക് കപ്പലൊന്നും വരാത്ത ദിവസങ്ങളിൽ ചായക്കടയിൽ കടി പോലും ഇവിടെ കിട്ടാനില്ല. നമ്മളങ്ങനെ അവസാനം നമ്മൾ പുറം കടലിലോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മൾ റീഫിന് പുറം ഭാഗമാണ് കേട്ടോ. കണ്ടോ, അതുകൊണ്ടാണ് അവിടെ മാത്രം നമുക്ക് വേവായിട്ട് കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന ഭാഗമല്ല നമുക്ക് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയുള്ള കോറൽസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. എന്താ വെള്ളം, നീല ജലം. അതിനുണ്ട് കേട്ടോ കാലിലിടാനുള്ള ഇത്, പിന്നെ എന്തൊക്കെയാണെന്ന് കേട്ടോ അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും ഇറങ്ങട്ടെ, ഇറങ്ങി എക്സ്പീരിയൻസ് ആയ. ഹായ് ബ്രോ. കുറേ പേരുണ്ട് കേട്ടോ. ഇവരൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ്. പോയിട്ട് വരാം ചേട്ടാ. എക്സ്പീരിയൻസ് കഴിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്യാവശ്യം നല്ല മീനുകളൊക്കെ കാണാൻ പറ്റി. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ കണ്ട മീനുകളാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഈ ഒരു എയറിൻ്റെ എന്തോ ആണ് കേട്ടോ. ചെവി നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. പ്രഷറിൻ്റെ വേരിയേഷൻ കാരണമുള്ള ഒരു ചെവി വേദനയായിരുന്നു. പിന്നീട് അത് കുഴപ്പമില്ല. പിന്നീട് താഴത്തെ ലാസ്റ്റ് 11 മീറ്ററൊക്കെ എത്തിയപ്പോൾ എന്തോ ബ്രീത്തിങ് എന്തോ പോലായി. അപ്പം നമ്മൾ ഓൾറെഡി കഴിഞ്ഞോട്ടെ. നമ്മൾ 12 മീറ്ററാണ് പോവേണ്ടത്. ഒരു ചെറിയൊരു അൺകംഫർട്ടബിൾ. അതെനിക്ക് തോന്നുന്നു അത് സൈക്കോളജിക്കലാണ്. ഞാനത് തിങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ തോന്നിയത്. അപ്പോൾ അതൊക്കെയായിരുന്നു. എന്നാലും കൊള്ളാം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ സ്കൂബ ഡൈവിംഗ് എല്ലാം കഴിഞ്ഞു. ഇന്ന് ഓണ ദിവസമാണ് കേട്ടോ. വീഡിയോ വരുന്നത് ലേറ്റാണ്, ക്ഷമ വയ്ക്കുന്നു. ഞാനങ്ങനെ ഒരു മുണ്ടിയും ഇതും സംഭവമൊക്കെ ഞാൻ കരുതി വെച്ചിരുന്നു എൻ്റെ ഓണാഘോഷം ആഘോഷിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ ദ്വീപിൽ ഓണാഘോഷം ആഘോഷിക്കാനുള്ള പ്ലാനൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പച്ചക്കറി വന്നു. അത് വിപ്ലവമാണ്. ഹായ്. ഇവിടെ പച്ചക്കറി വന്നത് വിപ്ലവമാണ് കേട്ടോ. കാരണം ഇത്രയും ദിവസം പച്ചക്കറിയും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ പച്ചക്കറി അവസാനം എത്തിയിട്ടുണ്ട്. ഏതോ ഒരു ഷിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ എല്ലാം അൺലോഡ് ചെയ്യുന്നതാണ്. എന്തൊരു വലിയ ഫെസ്റ്റിവൽ പോലെയാണ് ഇവിടെ. എന്തുണ്ട് സുഖം? എത്ര ദിവസത്തിന് ശേഷമാണ് പച്ചക്കറി വരുന്നേ? 2 ആഴ്ചയായി. 2 ആഴ്ചക്ക് ശേഷമാണ് പച്ചക്കറി വരുന്നത്. കണ്ടില്ലേ? കേട്ടോ, പച്ചക്കറി സ്വർണം പോലെയാണ് ഇപ്പൊ ഇവിടെ. നമ്മളങ്ങനെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ സ്റ്റാഫ് ക്യാൻറ്റീനിലോട്ട് വന്നാണ്. ഓണസദ്യയുടെ അടുത്ത് ബീഫ് ലഫിയാണ്. ഓൾറെഡി ഒരു ബാച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് അടുത്ത ഭക്ഷണം. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ പാക്കറ്റൊക്കെ എടുത്ത് നമ്മളൊരു സ്ഥലത്ത് ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ലക്ഷദ്വീപിൽ അങ്ങനെ ഓണം അധികം അങ്ങനെ ആഘോഷിക്കാറില്ല. അപ്പോൾ ഈ ഒരു ഓണാഘോഷം നമ്മൾ നടത്തി. ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് ഒരു ഓണാഘോഷം എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്നുള്ളൊരു പ്ലാനിലൊക്കെ ഒരു സമൂഹ ഓണാഘോഷം നടത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് അതൊന്നും നടന്നില്ല. അപ്പോൾ അത് നല്ല വശമായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും താണ്ടെ ഓണസദ്യ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് താണ്ടെ ഈ ഒരു നീല കളർ ബീച്ചിൻ്റെ അടുത്തിരുന്ന് നല്ല മനോഹരമായിട്ടുള്ള കാറ്റ് കൊണ്ടുകൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. 5 പേര്. നമ്മുടെ ഓണസദ്യ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഓണം. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ദീപോണം ഇതാണ്. കണ്ടില്ലേ? അത് അപ്പൊ പവറാക്ക് പിന്നെ ആളെ നോക്കാവുന്നില്ല. ഇനി നമ്മൾ ഓണത്തിന്റെ ഭക്ഷണം കഴിക്കേണ്ടത്. നിങ്ങൾ ഓണത്തിന്റെ ഭക്ഷണം ഒരാഴ്ച മുമ്പേ കഴിച്ചതാണെന്ന് എനിക്കറിയാം. നമുക്കിപ്പം വീണ്ടും ഓണസദ്യ കഴിക്കുന്ന കാഴ്ചകൾ കാണാം. ഇവിടെ ഓണസദ്യ തുടങ്ങുവാണ്. കണ്ടില്ലേ? ഇതാണ് കാണിക്കാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള സദ്യയുടെ പ്ലേറ്റ്. ബാക്കിയല്ല ഇവിടെ കറി വരുന്നുമ്പേ അവിടെ കുഴച്ചടിച്ചു തുടങ്ങി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വേണം. നീല ഇതിന്റെ കൂടെ നമ്മളിടുന്ന്
ഹാപ്പി ഓണം ബുക്കാ ഹാപ്പി ഓണം. ആ ഹാപ്പി ആണോ? അപ്പൊ ഭക്ഷണം കഴിക്കാണ് കേട്ടോ. പച്ചക്കറി വന്നപ്പോ റോഡ് മുഴുവൻ പച്ചക്കറികളാണല്ലോ. ഇഞ്ചി എന്തെല്ലാം ഇവിടെ വിപ്ലവമായല്ലേ ഇന്ന് പച്ചക്കറി കൊണ്ടുള്ള DJ. കാര്യം പച്ചക്കറി തിരക്കാണ് കേട്ടോ. പച്ചക്കറി കിട്ടിയതിന്റെ സന്തോഷത്തിൽ കടലിൽ പോയി കുളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇന്നല്ല പച്ചക്കറി കടയിൽ ഫുള്ള് തിരക്കാ. പച്ചക്കറി വന്നതിന്റെ സന്തോഷം തീർക്കാൻ വേണ്ടി എല്ലാരും പോയിരിക്കുക സാധനം വാങ്ങാൻ. കേരളത്തിന്റെ മെയിൻലാൻഡ് ഇങ്ങനെ മോശമാക്കി. ലക്ഷദ്വീപ് ആരെങ്കിലും ഇതൊന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം കേരളത്തിന്റെ ബീച്ചിൽ എവിടെ പോയാലും ഇത്രയും മനോഹരിതമായിട്ടുള്ള ബീച്ച് നമ്മുടെ കേരളത്തിന്റെ മെയിൻലാൻഡിലൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിൽ അതുണ്ട്. അതെങ്കിലും ഇതുപോലെ വേസ്റ്റ് നശിപ്പിക്കരുത് എന്നുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് കേട്ടോ. ഇത്രയും അടിപൊളി സ്ഥലം നമ്മൾ ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെ ഇല്ല. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ലക്ഷദ്വീപിൽ ഇപ്പം കണ്ടപ്പോൾ ഞാൻ പറയാൻ തോന്നിയതാ. ഇവിടെ ലക്ഷദ്വീപില് കവരത്തിയിൽ ഇവിടെ മീൻ ഫ്രീ ആയിട്ട് കൊടുക്കാണോ? അതെന്താ ചൂരെന്താ ഫ്രീ? പ്രമാണിച്ച് ഇവിടെ പുതിയ ബോട്ടിറക്കി ഫുൾ ചൂര ഫ്രീ കൊടുക്കാണ് എല്ലാവർക്കും. സുഖല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ 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 താങ്ക് യു താങ്ക് യു. ഇവിടെ എല്ലാവർക്കും കണ്ടില്ലേ മീൻ ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇട്ട് കൊടുക്കുവാണ് ഓരോ സ്ഥലത്തായിട്ട് ഓരോ ചൂര മീൻ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുവാണ്. ഓരോ ആളുകളും ചൂര ഫ്രീ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. കെട്ടിയിട്ടേക്കുന്നുണ്ടോ എല്ലാവർക്കും ഒരു ചൂര വെച്ച്. ആൾക്കാർ 4 ചൂര 2 ചൂരയൊക്കെ വെച്ചതാണ്ട് എല്ലാരും വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വീശി എറിഞ്ഞോണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാർ വരുവാണ് കേട്ടോ. അതുകൊണ്ട് ചൂര വാങ്ങാൻ വേണ്ടി ചായ കുടിക്കാൻ വന്നതിന് ശേഷം എന്താ മീൻ വെട്ടുന്ന കാഴ്ചകൾ വാങ്ങാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നതാണ്. അതിനോടൊപ്പം ലഗൂൺ ഫിഷ് വാങ്ങാൻ വേണ്ടി വന്നതാണ് അല്ലേ? അപ്പുറത്തേതാ മീന്? അമണൂസ് മീൻ. അമണൂസ് മീനെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഏതാ അമണൂസ് മീൻ? ഈ കാണുന്നതാണ് നമ്മുടെ അമണൂസ് മീൻ. കണ്ടോ അമണൂസ്. പിടിക്കാൻ ലഗൂൺ ഫിഷ് ഇല്ല. അതിന് പകരം നമ്മൾ അമണൂസ് ഫിഷ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ലഗൂൺ ആണോ? ലഗൂൺ എന്ന് പറയുമ്പോൾ എന്താണ്? ലഗൂൺ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാ? അത് നമ്മുടെ ചൂര. ചൂണ പുറം കടലിൽ കിട്ടുന്നതും അകം കടലിൽ നമ്മുടെ പരവയൊക്കെ പോലെ കളർഫുൾ ഫിഷ് ആ ടൈപ്പ് ഫിഷാണ് കേട്ടോ ലഗൂൺ ഫിഷ്. ഈ ഒരു ചൂരക്കൊക്കെ 200 രൂപ. ഇത് നമ്മൾ 400 രൂപയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെ മീൻ വാങ്ങിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈവനിങ് സമയമാകുമ്പോൾ എല്ലാവരും ഇതുപോലെ ചായ ഷോപ്പിൻ്റെ അടുത്ത് വന്നിട്ട് ചായയും കുടിച്ചിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾക്ക് ഈവനിങ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈവനിങ് ആകുമ്പോൾ മറ്റു ചിലർ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ചെറിയൊരു ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കവലകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ധാരാളം പേരെ കാണാൻ സാധിക്കും. ബസ് മാറ്റാൻ വേണ്ടി വീട്ടിലോട്ട് വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചത്. ഇവിടെ എപ്പോഴും ഡോറ് തുറന്നിട്ടേക്കും കേട്ടോ ആൾക്കാർ അല്ലേ? അതെ അതെ, ഇവിടെ ആരും ഡോറൊന്നും കൂട്ടാറില്ല. പുറത്തേക്ക് പോകുമ്പോൾ തുറന്നിട്ടേക്കും അല്ലേ? അങ്ങനെ ഒട്ടും പൂട്ടാറില്ല എന്നല്ല, എന്നാലും അധികം അങ്ങനെ പൂട്ടാറില്ലെന്ന് പുള്ളി വ്യക്തമാക്കുന്നുള്ളൂ. അല്ലാതെ എപ്പോഴും പൂട്ടാതെ പുറത്തിങ്ങനെ അലക്ഷ്യമായിട്ട് പോകുന്നല്ല. ബ്രോയുടെ വീട്ടിൽ ഇന്നും ആഹാരത്തിന് വേണ്ടി വന്നു. സഫീ ബ്രോയുടെ ഉമ്മ എനിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ നിന്ന് ദാണ്ട് മീനച്ചാർ ഉണ്ടാക്കുവാണ്. എൻ്റെ ഫേവറേറ്റ് അച്ചാറാണ് കേട്ടോ മീനച്ചാർ. അതാണ്ട് ഇവിടെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക്സ് കേട്ടോ, താങ്ക്സ്. അവിടെ നിന്ന് എനിക്ക് വേണ്ടി മാത്രമായിട്ട് മീനച്ചാർ ഉണ്ടാക്കുവാണ്. മാത്രമല്ല നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഫിഷ് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വാ പോവാം. ഓക്കെ, അപ്പോൾ ഫിഷ് ബിരിയാണിയാണ് ഇന്ന് ഇവിടുത്തെ ആഹാരം. നമ്മുടെ ഡിന്നർ ആണ്ടേ മീൻ. ഇതും ടൂണ ബിരിയാണി ആയിരിക്കും അല്ലേ? എല്ലാം ഫിഷ് ബിരിയാണി കേട്ടോ. നമ്മുടെ ബ്രോ ഗിഫ്റ്റ് ചെയ്ത ടീഷർട്ടൊക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടോ? ഇത് നിങ്ങൾക്ക് തോന്നും ഹൈക്കൻ എന്ന് വിചാരിക്കും, പക്ഷെ ഹൈക്കൻ അല്ല, ഇത് ഹൈസിയാനാണ്. ഹൈസിയാൻ്റെ എംബ്ലോണ് കേട്ടോ. അതായത് ഇവരും 2-3 സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഒരു ട്രാവൽ കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. കാരണം ഒരു പ്രൊമോഷനൊക്കെ തരാം. പറ, കാര്യങ്ങൾ പറ. ഓക്കെ, അതെന്താ കാരണം? എന്താ ഹൈസിയാൻ എന്ന് പറയാൻ? ഹൈസിയൻ എന്ന് പറഞ്ഞാൽ അത് മീനിങ് വരുന്നത് വാട്ടർ വേൾഡ് എന്നാണ് ഹൈസിയന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രാവശ്യം സ്കൂബ ഡൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കുകയല്ലേ? ഡൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വർക്ക് നടക്കും. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഡൈവ് ചെയ്യാം കേട്ടോ. സ്കൂബ ഡൈവിംഗ് ചെയ്യാം, ഫ്രീ ആയിട്ട് കോഴ്സ് ചെയ്യാം. ഇവര് ഒരു സ്കൂബ ഡൈവിംഗ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ട്രിപ്പ് ആൾക്കാരെയൊക്കെ എടുക്കോ? എന്റെ ഫോളോവേഴ്സിനെയൊക്കെ എടുക്കോ? എന്റെ ഫോളോവേഴ്സിനെയൊക്കെ ട്രിപ്പ് കൊണ്ടുപോകുന്നത്? എനിക്ക് ആക്ച്വലി പെർമിറ്റ് എടുത്തു തന്നത് സഫീ ബ്രോയാണ് കേട്ടോ. സഫീ ബ്രോ എൻ്റെ അടുത്ത് കുറേ ആളുകൊണ്ട് വരാം
വേണ്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ സമയമില്ലായിരുന്നു. പിന്നെ അവസാനം ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ ടൈം ഉണ്ടായിരുന്നു. കരോളയും കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇവിടെ വിദേശികൾക്കൊക്കെ വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഫോറിനേഴ്സിന് എന്താ പറയുക, ഇവർ നമുക്ക് തന്നെ ഇപ്പോൾ ഒരു പെർമിറ്റ് കൊണ്ടാണ് ഇന്ത്യക്കാർക്ക് തന്നെ വരാൻ പറ്റുന്നത്, ഇവിടെ ഉള്ള അല്ലാത്ത ഇന്ത്യക്കാർക്ക്. അപ്പോൾ ഫോറിനേഴ്സിന് ആ പെർമിറ്റെങ്കിലും അത്യാവശ്യം കൊടുത്തിരുന്നെങ്കിൽ ഈ ലോക്കൽസിന് പെർമിറ്റ് ഓഫർ ചെയ്തിട്ട് അവരെ ഇവിടെ കാണിച്ച് അങ്ങനെയൊക്കെ കാശുണ്ടാക്കായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു അവസരമൊന്നും ഇവിടുത്തെ ഗവൺമെൻറ് ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു. കാരണം സാൻസിബാർ എന്ന് പറയുന്ന താൻസാനിയയുടെ ഐലൻഡ് $300 മില്യൺ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ 2023 അവരുടെ ടൂറിസം എക്കോണമി. അതിപ്പോൾ ആയി മാറിയെന്ന് പറയുമ്പോൾ 550 250 ഒരു വർഷം കൊണ്ട് മാറിയെന്ന് പറയുമ്പോൾ $250 മില്യൺ എക്കോണമിയാണ് ചേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ സാൻസിബാർ അത്രയും ഇല്ലെങ്കിൽ പോലും സാൻസിബാർ അതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. തുടക്കത്തിൽ കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് ആക്ച്വലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ വരുമെന്ന് വിചാരിക്കാം. നമുക്ക് ആഗ്രഹമുണ്ട്. ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സമയത്തിന് അഥവാ പെർമിറ്റ് ഒക്കെ ആക്കുവാണെങ്കിൽ ഞാൻ ഹൈസിയാലൊരു ഇൻവെസ്റ്റ്മെന്റ് ഇടാം കേട്ടോ. ഫോറിൻ പെർമിറ്റ് ഒക്കെ ഓൺ ആക്കിയ അപ്പൊ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തോളാം. പിന്നെ പിടിച്ചാൽ കിട്ടൂല. സാൻസിബാറൊക്കെ പോണ പോലെ ഈ ലെവലിൽ അങ്ങ് പോരും. ഫോറിൻ പെർമിറ്റ്സ് ഒക്കെ ഓപ്പൺ ആയ ലക്ഷദ്വീപിന്റെ മുഖച്ഛായ മാറും. അത് 100% ഉറപ്പാണ്. ലോകം കണ്ടവന്റെ വാക്കുകളാണ്, വിശ്വസിക്കണം കേട്ടോ. സാൻസിബാർ പോയിന്റെ വാക്കിന്റെ ബലത്തിൽ ഞാൻ പറയുവാണ്. അപ്പോൾ എന്തായാലും ഫിഷ് ബിരിയാണി കഴിക്കട്ടെ. ഹൈസിയാൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇടാം. ലക്ഷദ്വീപ് അവർ പെർമിറ്റൊക്കെ എടുത്തു തരും. പെർമിറ്റ് എനിക്കായിട്ട് പെർമിറ്റ് എടുത്തു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വെറുതെ പെർമിറ്റ് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു പെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരാളുടെ കെയർ ഓഫിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർ ഇവിടെ ചുറ്റി കാണിച്ചിട്ടൊക്കെ നിങ്ങളെ ചിലപ്പോൾ വിടും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. ചായ, അത് ഉച്ചക്കായാലും പാതിരാത്രി ആയാലും പകലായാലും ഇവിടെ ഉള്ള മെയിൻ സംഭവമാണ്. ചായ കുടിക്കാതെ ഭക്ഷണം ഇല്ല അല്ലേ? ചായ മസ്റ്റാണ് ഫുഡിന്റെ കൂടെ. ഓ, ചായ മസ്റ്റാണ് ഇവർക്ക്. നമ്മൾ വീട്ടിൽ നിന്ന് മീന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഇതാണ്ട് ഇത്രയും വലിപ്പമുള്ള മീനും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുറകിൽ കാണുന്നത് നമ്മുടെ ഷിപ്രക്കാണ് കേട്ടോ. പണ്ട് തകർന്നു വന്ന് അടിഞ്ഞ ഇതാണ്. മഴ പെയ്തു തുടങ്ങി. മേലെ ചന്ദ്രൻ, താഴെ മണലും കടലും. നമ്മളിവിടെ നിൽക്കുന്നു. ഇപ്പം മഴേനെയും പോണ്ടേ, നമുക്ക് മാറിയിരിക്കാം. നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കല്ലുകളും ചിരട്ടകളും കത്തോ ഇന്നല്ല നമ്മുടെ ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കല്ലിൽ നമ്മൾ വെച്ച് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ അമ്മോ, വേറെ ലെവലായി കേട്ടോ. ഡെലീഷ്യസ് ആയിരിക്കും, ഡെലീഷ്യസ്. ഇവിടെ മയണീസും നമ്മുടെ മസാലയൊക്കെ വെച്ച് എല്ലാവരും കൂടെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പേരുണ്ട്. അടിപൊളി കേട്ടോ. നമ്മുടെ മയണൈസും മീനൊക്കെ കൂട്ടിയടിച്ച ഭക്ഷണം ഞാൻ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ എനിക്ക് ഇതുവരെയായിട്ട് വയറ്റിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നത്തെ യാത്രയിൽ ഫുള്ള് സ്കൂബ ഡൈവിങ്, ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു. ഇതല്ല, ഇതിൻ്റെ അപ്പുറം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബഗ്ഗാരം ഐലൻഡ്, ധാരാളം ഐലൻഡ്. മിനിക്കോയ് ഐലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാലിദ്വീപുമായിട്ട് സാമ്യമുള്ള ഒരു ഐലൻഡ് കൂടിയാണ് ലക്ഷദ്വീപിൽ തന്നെ. അപ്പോൾ മാലദ്വീപ്സ് എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രം കൂടിയാണ്, മറ്റൊരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ ആക്ടിവിറ്റീസിനൊന്നും പോയില്ല. ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കറക്കം തന്നെയാണ് കേട്ടോ. പക്ഷെ നിങ്ങളൊരു ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രീമിയം പാക്കേജോ എക്കണോമി പാക്കേജോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കേജോ എല്ലാം ഇവിടെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈവൻ നമ്മുടെ ഹൈസിയാനും അവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനത്തെ പാക്കേജ് വേണം. സുഹൃത്തായിട്ട് വരാൻ പറ്റുമോ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. പുള്ളിക്കാരൻ സുഹൃത്തായതുകൊണ്ട് എന്നെ കൊണ്ടുവന്ന് നിങ്ങളെ കൊണ്ടുവന്നത് എനിക്കറിയില്ല ഇതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ്. അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി കാഴ്ചകൾ കാണുന്നത്. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ ബൈ.